അച്ചടിച്ച ബജറ്റ് രേഖ അംഗങ്ങൾക്ക് എം എൽ എ നമുക്ക് നേരെ അതിഥികളിലേക്ക് തന്നെ പോകാം. ശ്രീ മോഹൻ വർഗീസ് ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, പ്രതീക്ഷിച്ച പോലെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന നിലയിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെയൊക്കെ വകയിരുത്തലാണ്, അതൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടത്. എങ്കിലും എങ്ങനെ ഈ കഴിഞ്ഞ ഈ മണിക്കൂറുകളിൽ നമ്മൾ കേട്ട പ്രഖ്യാപനത്തെ അങ്ങ് ഒറ്റനോട്ടത്തിൽ കാണും? 2 മണിക്കൂറും 55 മിനിറ്റും നീണ്ടുനിന്ന ദീർഘമായ ബജറ്റ് പ്രസംഗം ഏതാണ്ട് 4ാം സ്ഥാനത്ത് വരും. ചരിത്രത്തിലെ 4ാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം എന്ന നിലയിൽ കാണാവുന്ന പ്രസംഗത്തിൽ റവന്യൂ വരവ് 1,80,000 കോടിയും റവന്യൂ ചെലവ് 2,17,000 കോടിയും ഉൾപ്പെടെ കമ്മി വരുമ്പോൾ 36,000 കോടി കമ്മിയുള്ള ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിലുള്ള വൻപൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഉണ്ടായില്ല എന്നത് പ്രത്യേകത നിറഞ്ഞതാണ്. കാരണം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. പക്ഷേ ക്ഷേമ പെൻഷൻ അർഹരായ ആളുകളുടെ പരിധി ഏതാണ്ട് 1 കോടി ആളുകളിലേക്ക് എത്തി നിൽക്കുകയാണ്. 2,000 രൂപ വെച്ച് സാധാരണ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരും അഡീഷണലായി ഏതാണ്ട് 33 ലക്ഷം പേർക്ക് 1000 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കത്തക്ക രീതിയിൽ ക്ഷേമ പെൻഷന്റെ പരിധിയിൽ പരമാവധി ആളുകളെ സംവിധായകരിൽ ഏതാണ്ട് 1/3 പേരെയും വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി വരുമ്പോൾ തീർച്ചയായും തിരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമാക്കിയുള്ള ഒരു ബജറ്റാണ് എന്ന് വിചാരിക്കാം. ഇനി നാളികേരത്തിനോ റബ്ബറിനോ ഒക്കെയുള്ള താങ്ങുവിലയും തറവിലയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. റബ്ബറിൻ്റെ താങ്ങുവില 2,200 രൂപയിൽ നിന്നും കൂട്ടുമെന്ന പ്രതീക്ഷ ഒരുപക്ഷെ റബ്ബർ കർഷകർക്ക് അസ്ഥാനത്തായിരിക്കുന്നു. അതുകൊണ്ട് വൻപൻ പ്രഖ്യാപനങ്ങൾ, ആ രീതിയിലുള്ള വൻപൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് പ്രത്യേകമായി നോക്കും. പക്ഷെ അടിസ്ഥാന സൗകര്യത്തിന് കാര്യമായ ഒരു പിന്തുണ നൽകിയതായി കാണാം. കാരണം അടിസ്ഥാന സൗകര്യത്തിൽ വിഴിഞ്ഞം പോർട്ടിന് ഒരു 1000 കോടി രൂപയുടെ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡ് സൗകര്യ വികസനത്തിന് PW റോഡുകൾക്ക് 1,882 കോടി രൂപയും പാലം വികസനത്തിന് 1,100 കോടി രൂപയും ജലഗതാഗതത്തിന് പ്രത്യേകമായി 138 കോടി രൂപയും സഹിതം വലിയ തുകയാണ് അനുവദിച്ചത്. ജില്ലാ റോഡുകൾ 300 കോടി രൂപ. MC റോഡ് വികസനം 4 വരി പാതയാക്കി MC റോഡ് കൊണ്ടുവരുമ്പോൾ 5,217 രൂപയുടെ ആനുകൂല്യമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് പക്ഷേ റാപ്പിഡ് റെയിൽ പദ്ധതിയുടെ പ്രഖ്യാപനമാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു വിധി നിർണായകമെന്ന് പറയാവുന്നത്. അതിന് കേവലം ഒരു നാമമാത്രമായ 100 കോടി രൂപ മാത്രമേ ഇപ്പോൾ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു ഒരു 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 നയമായി എടുക്കുകയാണ്. അതായത് റെയിൽ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. അതേസമയം റാപ്പിഡ് റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകണം, അതിന് കേന്ദ്ര സഹായം വേണം, അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നയപരമായി ഈ ബഡ്ജറ്റിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടുതലായി ഉണ്ടായില്ല. കാരണം ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ കൂട്ടിയത് കേവലം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്താണ് ഈ വർധന കൊണ്ടുവന്നത്. 1,600-ൽ നിന്നും 2,000-ലേക്കുണ്ടായ വർധന. അതുകൊണ്ട് അവിടെ നിന്നും ഏറെക്കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ 2,500 രൂപയിലെങ്കിലും എത്തി നിൽക്കും എന്ന പ്രതീക്ഷ ഇവിടെ അസ്ഥാനത്തായിരിക്കുന്നു. അത് ചെറിയ തിരിച്ചടിയാണ്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ വളരെ സന്തോഷത്തിലായിരിക്കും. സർക്കാർ ജീവനക്കാരാണത്. അവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് പറയാതിരിക്കാനാവില്ല. ദേ ആർ ദി മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ്. സർക്കാർ സംവിധാനം താങ്ങി നിർത്തുന്നതും സർക്കാരിൻ്റെ പദ്ധതികളുടെ ഒരു പ്രൊപ്പഗാൻഡ നിർവഹിക്കേണ്ടതുമായി ഇൻഡയറക്റ്റായിട്ടെങ്കിലും നേരിട്ട് ഇടപെടാനാവില്ല എങ്കിലും അത് സർക്കാർ ജീവനക്കാരാണ്. അവർക്കുള്ള വലിയ ഗുഡ്വിൽ ജസ്റ്ററാണ് DA കുടിശ്ശിക അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫെബ്രുവരി മാസത്തെ അടുത്ത മാസത്തെ ശമ്പളത്തോടൊപ്പം മാർച്ച് ആദ്യം DA കുടിശ്ശിക ഉൾപ്പെടെ പുതുക്കിയ നിരക്കിൽ ശമ്പളം വാങ്ങാൻ കഴിയും എന്നത് വളരെ വലിയ ഒരു പറഞ്ഞ പോലെ കൈയടിച്ച ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും എല്ലാ വിഭാഗങ്ങളെയും ഒന്ന് തഴുകി തൊട്ട് തലോടി പോകാൻ KN ബാലഗോപാൽ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ